ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഓട്ടോമോട്ടീവ് സെയിൽസിൽ വർക്ക് ചെയ്ത ആളാണ്. ഞാൻ ഓട്ടോമോട്ടീവ് വണ്ടികളുടെ സെയിൽസിലായിരുന്നു. വണ്ടികളുടെ സെയിൽസിൽ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് പറയാനാണ്. സെയിൽസിൽ ഉള്ളവർക്ക് അത് മനസ്സിലാവും. അവരുടെ ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അതായത് നമ്മൾ ഇന്ന് ചിങ്ങം 1-ാം തീയതിയാണ്, 2026 ചിങ്ങം 1-ാം തീയതി. ഇതേപോലെ ചിങ്ങം 1-ാം തീയതി ദിവസം ഈ ഓട്ടോമോട്ടീവ് സെയിൽസിലുള്ളവർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് അവർ പുതിയ വണ്ടി ഡെലിവറി കൊടുക്കണമെന്ന് നിർബന്ധമാണ്. നമ്മൾ ആ ഒരു മാസം എങ്ങനെയെങ്കിലും ഒരു വണ്ടി ഉണ്ടാക്കി കച്ചവടം ചെയ്യാനുള്ളൊരു തിരക്കിലായിരിക്കും. കാരണം ഇന്ന് 1-ാം തീയതി എല്ലാ പിള്ളേരും എന്തായാലും വണ്ടി എടുക്കും. അപ്പം നമ്മളും എങ്ങനെയെങ്കിലും വണ്ടി എടുത്തില്ലെങ്കിൽ ബാക്കിയുള്ള മാസം പോലെ ആയിരിക്കില്ല. ഒന്നാമത് ഓഫീസിൽ നിന്ന് നല്ല പ്രഷറായിരിക്കും. ഇത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി പ്രഷർ നമുക്ക് കൂടുതലായിരിക്കും. കാരണം ഷോറൂം സെയിൽസിൽ ഓൾറെഡി വണ്ടി എന്തായാലും ഉണ്ടാവും. കസ്റ്റമർക്ക് ആവശ്യമുള്ള കസ്റ്റമറാണ് ഷോറൂമിൽ വന്ന് വണ്ടി നോക്കുകയുള്ളൂ. പക്ഷെ ഫീൽഡിൽ നിന്ന് ഒരു എൻക്വയറി ജനറേറ്റ് ചെയ്ത് അത് കച്ചവടമാക്കുക എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ഒന്നാമത്തെ കാര്യം, നമുക്ക് എല്ലാ കസ്റ്റമറിലും ഫസ്റ്റ് സിബിൽ പ്രോബ്ലമാണ് ഏറ്റവും പ്രോബ്ലം ആയിട്ടുണ്ടാവുന്നത്. ഈ സിബിൽ റെഡി ആയിട്ട് വരാൻ നേരത്ത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട്, അല്ലെങ്കിൽ ലോണിൻ്റെ പെർസെൻറ്റേജ് അവർക്ക് കിട്ടുന്ന എമൗണ്ട് ചിലപ്പോൾ മതിയാവില്ല, ഡൗൺ പേയ്മെൻറ്റ് കുറവായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ആ കസ്റ്റമർക്ക് ആ ലോൺ വേണ്ട, വേറെ ഏതെങ്കിലും ലോൺ മതി, പലിശ കൂടുതൽ, ഇങ്ങനെ കുറേ പ്രോബ്ലങ്ങൾ ഫേസ് ചെയ്യാനുണ്ടാവും. പക്ഷേ ഈ കസ്റ്റമർ ഡയറക്റ്റ് ഷോറൂമിൽ വരുന്ന കസ്റ്റമറിൽ ഇതൊരു എന്താ പറയുക, ഒരു 50% വണ്ടി എടുക്കും എന്നുള്ളൊരു ഉറപ്പുള്ള കസ്റ്റമറാണ്. പക്ഷെ നമ്മൾ ഫീൽഡിൽ നിന്ന് കൊണ്ടുവരുന്ന കസ്റ്റമർ വെറും ചിലപ്പോൾ ഒരു 5% ആയിരിക്കും ഉണ്ടാവുള്ളൂ ഒരു വണ്ടി എടുക്കും എന്നുള്ളത്. നമ്മൾ അതിലേക്ക് കൺവേർട്ട് ചെയ്ത് എടുപ്പിക്കുക എന്നുള്ളതൊരു വലിയ ടാസ്ക്. അപ്പോൾ ഞാനിന്ന് ഈ ചിങ്ങം 1-ാം തീയതി ആയപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചത്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ ഫീൽഡ് സെയിൽസ് ആയിരുന്നു കൂടുതലും വർക്ക് ചെയ്തത്. അപ്പോൾ ആ ഒരു ഓർമ്മ വന്നതുകൊണ്ട് അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണം. കാരണം ഓട്ടോമോട്ടീവ് സെയിൽസിലോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സെയിൽസ്, വേറെ സെയിൽസിൻ്റെ എനിക്ക് അറിഞ്ഞുകൂടാ, ഓട്ടോമോട്ടീവ് സെയിൽസാണ് ഏറ്റവും കൂടുതൽ വണ്ടി ഡെലിവറി. ഞാനിപ്പോൾ തന്നെ രാവിലെ വന്നപ്പോൾ കണ്ടായിരുന്നു, നിറച്ച് എല്ലാ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ കുറേ പൂക്കളൊക്കെ ഇട്ട് പന്തലൊക്കെ കെട്ടി അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ന് ഇപ്പം എക്സിക്യൂട്ടീവ്സ് വന്ന വഴിയാണ് എല്ലാ കസ്റ്റമറേയും ചവറ് പോലെ വിളിയായിരിക്കും, സാർ ഇന്ന സമയത്ത് വന്നോട്ടാ, മറക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. ചില കസ്റ്റമർക്ക് വണ്ടിയുടെ നമ്പറൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, അതിന് മുമ്പ് തന്നെ ഡെലിവറി കൊടുക്കുക. അതായത് നമ്മുടെ ജസ്റ്റ് ഇത് കീ ഹാൻഡ് ഓവറിങ് നടത്താൻ വേണ്ടിയുള്ള തിരക്കിലായിരിക്കും കുറേ കസ്റ്റമർ. അപ്പോൾ പിന്നെ അവരുടെ എല്ലാത്തിൻ്റെയും ചീത്ത കേൾക്കലും സാർമാരുടെ ചീത്ത എല്ലാം കൂടി ആകുമ്പോഴത്തേനും അവർ എക്സിക്യൂട്ടീവ്സിൽ നിന്ന് നല്ല ഓട്ടമായിരിക്കും. അപ്പോൾ ഈ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, ബൈ.